ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് വിട നൽകി ഇറാനിയൻ ജനത. ഖമനേയുടെ ജന്മനാടായ മഷ്ഹദിലായിരുന്നു ഖബറടക്കം. ഫെബ്രുവരി 28-ന് കൊല്ലപ്പെട്ട ഖമനേയിയെ 131 ദിവസങ്ങൾക്ക് ശേഷമാണ് ഖബറടക്കിയത്. ഒരാഴ്ച നീണ്ടുനിന്ന സംസ്കാര ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളും 4.3 കോടി ജനങ്ങളും പങ്കെടുത്തുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ. ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും പരസ്പരം ആക്രമിച്ച് ഇറാനും യുഎസും. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ലക്ഷക്കണക്കിന് ജനങ്ങൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. മഷ്ഹദിലെ പ്രശസ്തമായ ഇമാം റേസയുടെ പള്ളിയിലാണ് അലി ഖമനേയുടെ സംസ്കാരം നടന്നത്. ഫെബ്രുവരി 28-ന് കൊല്ലപ്പെട്ട ഖമനേയെ 131 ദിവസങ്ങൾക്ക് ശേഷമാണ് ഖബറടക്കിയത്. യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് സംസ്കാര ചടങ്ങുകൾ ഇത്രയധികം വൈകിയത്. ഒരാഴ്ച നീണ്ടുനിന്ന സംസ്കാര ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളും ലക്ഷക്കണക്കിന് ഇറാനിയൻ ജനതയും സാക്ഷികളായി. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യനഗരമായ ഇറാഖിലെ കർബലയും നജാഫും അടക്കമുള്ള ഇടങ്ങളിലൂടെ വിലാപയാത്രയായി സഞ്ചരിച്ച ശേഷമാണ് ഖമനയുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹം മഷ്ഹദിലെത്തിച്ച് സംസ്കരിച്ചത്. അലി ഖമനേയുടെ ജന്മനാടാണ് മഷ്ഹദി. മഷ്ഹദിൽ ഇമാം റസയുടെ ശവകുടീരത്തോട് ചേർന്നാണ് അലി ഖമനേയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കിയത്. ഇറാനിലെ ഏറ്റവും ആദരണീയമായ ആരാധനാലയവും നിരവധി മുൻ ഇറാനിയൻ ഷാമാരുടെയും 2024-ൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും അന്ത്യവിശ്രമ സ്ഥലവുമാണ് മഷ്ഹദ്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ സന്ദർശിക്കുന്നതുമായ സ്ഥലമാണ് ഇമാം റസ മസ്ജിദ്. തനിക്ക് മഷ്ഹദിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്നത് ഖമനേയുടെ വ്യക്തിപരമായ ആഗ്രഹമായിരുന്നു. ജൂലൈ 4-ന് ആരംഭിച്ച് ടെഹ്റാൻ, ഖൂം, നജാഫ്, കർബല എന്നീ നഗരങ്ങളിലൂടെ 6 ദിവസമായി തുടർന്ന വിലാപയാത്രയിൽ കോടിക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അമേരിക്കയുടെ ആക്രമണം ടെഹ്റാനിലേക്കും ഛബഹർ അടക്കമുള്ള മറ്റ് പ്രധാന തുറമുഖ നഗരങ്ങളിലേക്കും തുടരുമ്പോഴും ലക്ഷങ്ങളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത്. നിശ്ചയിച്ചതിലും 8 മണിക്കൂറോളം വൈകിയാണ് അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇറാനിലും അയൽരാജ്യമായ ഇറാഖിലുമായി ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ദിവസങ്ങൾ നീണ്ട വിലാപയാത്രകൾക്ക് ശേഷമാണ് ഖമനേയുടെ മൃതദേഹം അന്ത്യവിശ്രമത്തിനായി ജന്മനാട്ടിലെത്തിയത്. രാജ്യം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയാണ് ആയത്തുള്ള അലി ഖമനേയ്ക്കു വേണ്ടി ഒരുക്കിയത്. ഇറാനിയൻ സൈനിക വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് അലി ഖമനേയുടെയും 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം വ്യാഴാഴ്ച രാവിലെ മഷ്ഹദിലെത്തിയത്. അതേസമയം അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ 8 മണിക്കൂറോളം വൈകിയതിൽ യുഎസിന്റെ ആക്രമണങ്ങളുമായി ബന്ധമില്ല എന്ന് ഇറാനിയൻ അധികൃതർ അറിയിച്ചു. പ്രത്യേകം കറുത്ത വസ്ത്രം ധരിച്ച് തെരുവിലൊത്തുകൂടി ജനങ്ങൾ ഇറാൻ പതാകകളും പ്രതികാരത്തിന്റെ പ്രതീകമായ ചുവന്ന കൊടികളുമായാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്കെതിരെയുള്ള പ്ലക്കാർഡുകളും ജനങ്ങൾ ഉയർത്തിയിരുന്നു. അമേരിക്കയ്ക്ക് നാശം, പരമോന്നത നേതാവിന്റെ രക്തത്തിന് പകരമായി ട്രംപിനെ ഞങ്ങൾ വധിക്കും തുടങ്ങിയ വാചകങ്ങളടങ്ങിയ ബാനറുകൾ തെരുവുകളിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. നാം ഉയർത്തെഴുന്നേൽക്കണം എന്ന മുദ്രാവാക്യങ്ങളടങ്ങിയ ബാനറുകളും സ്ത്രീകളും കുട്ടികളും കയ്യിലേന്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് 36 വർഷം ഇറാനെ നയിച്ച ഖമനേയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. മാർച്ചിൽ നടക്കേണ്ടിയിരുന്ന സംസ്കാര ചടങ്ങുകൾ യുദ്ധസാഹചര്യങ്ങളും സുരക്ഷാ വെല്ലുവിളികളും കാരണം നീണ്ടുപോവുകയായിരുന്നു. ഖമനേയുടെ മകൾ സഹറ ഫദ്ദാഹ് ആദിൽ, ഭർത്താവ് മിസ്ബാഹ് അൽ ഹുദ ബഗേരി എന്നിവരും കുടുംബാംഗങ്ങളും ഉന്നത സൈനിക നേതൃത്വവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളിലൊന്നും അദ്ദേഹത്തിന്റെ പിൻഗാമിയും നിലവിലെ പരമോന്നത നേതാവുമായ ആയത്തുള്ള മൊജ്തബ ഖമനേയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായി. പിതാവിന്റെ വിലാപ ചടങ്ങുകളിൽ മൊജ്തബ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായിരിക്കുന്നത്. അലി ഖമനേയുടെ മറ്റു 3 ആൺമക്കളായ മെയ്സം, മസൂദ്, മുസ്തഫ എന്നിവർ ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ലയിൽ ആദരമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ TV പുറത്തുവിട്ടിരുന്നു. മുസ്തബ പൊതുവേദിയിലെത്താത്തത് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ടതിനാലാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
ഇസ്രായേലും US-ഉം ലക്ഷ്യമിടുന്നതിനാൽ രഹസ്യ കേന്ദ്രത്തിലാണെന്നാണ് മറ്റൊരു വാദം. മൊജ്തബ തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മൊജ്തബയുടെ ശബ്ദ സന്ദേശം പുറത്തുവിടുന്നത് പോലും അപകടമുണ്ടാക്കാമെന്നാണ് ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭരണകൂടത്തിൽ ചാരന്മാരുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വിശ്വസ്തരായ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ മൊജ്തബയുടെ താമസസ്ഥലം അറിയാവൂ. പരമോന്നത നേതാവായിരുന്ന അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ട്രംപ് പരിഹാസം ചൊരിഞ്ഞു. ചടങ്ങുകളിൽ ജനങ്ങൾ കൂട്ടത്തോടെ വിലപിക്കുന്നതിൽ സംശയം പ്രകടിപ്പിച്ച ട്രംപ് അവ കള്ളക്കണ്ണീരാകാമെന്ന് പറഞ്ഞു. ജനങ്ങൾ ഖമനയെ വെറുത്തിരുന്നുവെന്നാണ് താൻ കരുതിയിരുന്നതെന്നും ട്രംപ് പരിഹസിച്ചു. മാത്രവുമല്ല, ഖമനയുടെ സംസ്കാര ചടങ്ങിനിടെ ആക്രമിക്കാത്തത് ഔദാര്യം കൊണ്ടാണെന്നും ട്രംപ് പറഞ്ഞു. അവരെല്ലാം അവിടെയുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ അവരെ ഒറ്റയടിക്കില്ലാതാക്കാം. പക്ഷേ ഞങ്ങളത് ചെയ്യില്ല. കാരണം ചർച്ച നടത്താൻ ആരെങ്കിലും വേണമല്ലോ. അവർ കരാറിനു വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും US പ്രസിഡന്റ് US മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു.